Hi, I'm Dr. Muniba, General Dentist, Alnur Polyclinic, Mohesina. ഇന്ന് ദന്തസംരക്ഷണവുമായി ബന്ധപ്പെട്ട 5 മിത്തുകളും ഫാക്റ്റുകളും പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത്. മിത്ത് നമ്പർ 1, മധുരം കഴിച്ചാൽ മാത്രമാണ് പല്ലിന് പോടുണ്ടാകാനുള്ളത്. പക്ഷേ മധുരം പല്ലിന് പോടുണ്ടാകുന്ന ഒരേ ഒരു റീസൺ മാത്രമാണ് പ്യുവർ ആയിട്ടുള്ള ഓറൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യുക, അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള ബ്രഷിങ്ങോ ഫ്ലോസിങ്ങോ ചെയ്യാതിരിക്കുന്നതിന് ഫലമായിട്ട് പല്ലുകളിൽ പോട് വരാനുള്ള ചാൻസ് കൂടുതലാണ്. മിത്ത് നമ്പർ 2, ബ്രഷ് ഹാർഡായിട്ട് ചെയ്താൽ മാത്രമാണ് പല്ല് ക്ലീൻ ആവുള്ളൂ. പക്ഷേ ഹാർഡായിട്ട് ബ്രഷ് ചെയ്യുന്ന നല്ല കാര്യം എത്രത്തോളം എഫക്റ്റീവായിട്ട് ബ്രഷ് ചെയ്യുന്നു എന്നതിലാണ് കാര്യം. നമ്മൾ ഹാർഡായിട്ട് ബ്രഷ് ചെയ്യുമ്പോൾ പല്ലിന് ഇനാമിൽ പോവുകയും അതിലൂടെ സെൻസിറ്റിവിറ്റി വരാനുള്ള ചാൻസ് കൂടുതലാണ്. മിത്ത് നമ്പർ 3, ബേബി പല്ലുകൾ സംരക്ഷിക്കേണ്ട ആവശ്യകത പലരും നെഗ്ലക്ട് ചെയ്യാറുണ്ട്. പക്ഷേ ബേബി പല്ലുകൾ അത്യാവശ്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതാണ്. കാരണം ബേബി പല്ലുകളാണ് കുട്ടികളുടെ സംസാരത്തിനും അതേപോലെ തന്നെ പെർമനന്റ് ടൂത്തിന്റെ പ്രോപ്പറായിട്ട് ഇറപ്ഷനെ ഗൈഡ് ചെയ്യുന്നതും ബേബി ടീത്തുകളാണ്. അതുകൊണ്ട് അടുത്ത വട്ടം ബേബി പല്ലുകൾക്ക് വേദന വന്നു കഴിഞ്ഞാൽ തീർച്ചയായും അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കുക, അല്ലാതെ റിമൂവ് ചെയ്യരുത്. മിത്ത് നമ്പർ 4, പല്ല് വൈറ്റനിങ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഹോം റെമഡിയായിട്ട് ഉപയോഗിക്കുന്നതാണ് ബേക്കിംഗ് സോഡ. ബേക്കിംഗ് സോഡ ഉപയോഗിക്കുന്നത് ഒരു പരിധിവരെ പല്ലിനെ വെളുപ്പിക്കാൻ സഹായിക്കും. പക്ഷേ കൂടുതലായിട്ട് അത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല്ലിന് ഇനാമൽ ഇറോഡ് ആവുകയും അതിലൂടെ സെൻസിറ്റിവിറ്റി വരാനുള്ള ചാൻസും കൂടുതലാണ്. മിത്ത് നമ്പർ 5, പല്ലിന് വേദന ഉണ്ടാകുമ്പോൾ മാത്രമാണ് നമ്മൾ ഡെന്റിസ്റ്റിന് മിക്കവാറും കാണാൻ പോകാറുള്ളത്. പക്ഷേ എല്ലാ 6 മാസം കൂടുമ്പോഴും ഒരു ഡെന്റൽ ചെക്കപ്പ് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. അത് പൊട്ടൻഷ്യലി ഹാംഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും കാരീസോ അല്ലെങ്കിൽ ഗം ഇഷ്യൂസോ ഉണ്ടെങ്കിൽ ഡോക്ടർക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാനും അതിലൂടെ ഭാവിയിൽ വരാനിരിക്കുന്ന ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനിൽ നിന്നും അതുപോലെ തന്നെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റിൽ നിന്നും നിങ്ങൾക്ക് രക്ഷ നേടാവുന്നതാണ്. കൂടുതൽ ദന്തസംരക്ഷണവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ടെങ്കിൽ ഞങ്ങളുമായി ബന്ധപ്പെടുക. അൽനൂർ പോളിക്ലിനിക്, മൊഹേസിന. താങ്ക് യു സോ മച്ച്.